Good evening, Magale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the part 2 of the chapter Biotechnology Principles and Process. പാർട്ട് 2-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ടൂൾസ് ഇൻവോൾവ് ഇൻ rDNA ടെക്നോളജിയാണ്. പാർട്ട് 1-ൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ബയോടെക്നോളജി, ഡെഫിനിഷൻ ഫോർ ബയോടെക്നോളജി, EFBയുടെ ഡെഫിനിഷൻ, 2 branches of biotechnology, old and modern biotechnology, and principles of biotechnology, genetic engineering and bioprocess engineering, and the first rDNA technology by ആരൊക്കെയാണ്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ 1972 അല്ലേ? അവരതിലെടുത്ത ഫസ്റ്റ് rDNA ടെക്നോളജിക്ക് എടുത്ത ഡിസൈഡ് DNA ആരായിരുന്നു? ഡിസൈഡ് DNA's ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം വിച്ച് ഡോണർ അല്ലേ? ഏത് ഡോണറിനാണ് എടുത്തത്? ദ പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫമോറിയം. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും എപ്പോഴും നമുക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. ഡിസൈഡ് ജീൻ ഈസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി ഡോണർ DNA പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫമോറിയം. ഓക്കെ, അപ്പോൾ ആരാണ് ഫസ്റ്റ് rDNA ടെക്നോളജിയിലെ ഡോണർ DNA? ഈസ് പ്ലാസ്മിഡ് ഓഫ് സാൽമണല്ല ടൈഫമോറിയം. ഡിസൈഡ് ജീൻ ഏതാണ്? സാൽമണല്ല ടൈഫമോറിയത്തിൻ്റെ പ്ലാസ്മിഡിൽ നിന്ന് എടുത്തിട്ടുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, വെക്ടർ പ്ലാസ്മിഡാണ് എടുത്തത്, പിന്നെ ഹോസ്റ്റായിട്ട് ബാക്ടീരിയം എടുത്തു അല്ലേ? അപ്പം നമ്മൾ ആ പ്രോസസ്സൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആ പ്രോസസ്സ് പഠിച്ചപ്പോൾ ഫസ്റ്റ് rDNA ടെക്നോളജിയുടെ എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി വിച്ച് ആർ ദ ടൂൾസ് ഇൻവോൾവ് ഇൻ rDNA ടെക്നോളജി. അപ്പോൾ അതിലൊരു ഡോണർ DNA ഉണ്ടായിരുന്നു അല്ലേ? ഡിസൈഡ് DNA പ്രൊവൈഡ് ചെയ്യുന്ന ഡോണർ അല്ലേ? ഡോണർ DNA ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡോണർ DNAയിൽ നിന്ന് നമുക്ക് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. അതിന് സഹായിക്കുന്ന രണ്ടാമത്തെ ടൂളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് മോളിക്കുലാർ സിസർ. കട്ട് ചെയ്യുന്നത് അല്ലേ? മോളിക്യൂൾസിനെ DNA-നെയും RNA-യും കട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ മോളിക്കുലാർ സിസർ എന്നറിയപ്പെടുന്നു എൻസൈം. ദെൻ എന്താ വേണ്ടത്? ഒരു കാരിയർ വേണം, ഒരു വെഹിക്കിൾ വേണം അല്ലേ? ഇവിടെ വെഹിക്കിളായിട്ട് കാരിയറായിട്ട് ഉപയോഗിച്ചത് നമ്മൾ പ്ലാസ്മിഡ് ഓർ ബാക്ടീരിയോഫേജ് ആണ്. പ്ലാസ്മിഡ് ഈസ് ദ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഓഫ് ബാക്ടീരിയ വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ഇൻ ദ ഹോസ്റ്റ് DNA. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കാരിയറും കൂടി നമ്മൾ സാധാരണയായിട്ട് ബയോടെക്നോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. കുറേ ഉണ്ട്, അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊന്നാണ് ബാക്ടീരിയോഫേജ്. വാട്ട് ഈസ് മീൻ ബൈ ബാക്ടീരിയോഫേജ്? ബാക്ടീരിയോഫേജ് ഈസ് ദ എന്താണ്? വൈറസ് വിച്ച് അറ്റാക്ക് ഓൺ ബാക്ടീരിയ. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെയും നമ്മളൊരു കരിയറായിട്ട് അല്ലെങ്കിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അങ്ങനെ നമ്മളൊരു വെക്ടർ എടുത്തു. വെക്ടർ ഒരു സർക്കുലർ DNA ആണ്. അവിടുന്ന് ഒരു കുഞ്ഞൊരു കോംപ്ലിമെൻ്ററി പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് REN. ഇനി ആ പോർഷനിലേക്ക് ആ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു നിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കുഞ്ഞൊരു പോർഷൻ ഉണ്ട് അല്ലേ? ആ പോർഷനിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആരെ ഇൻസേർട്ട് ചെയ്യും? നമ്മളെ ഡിസൈഡ് DNA-നെ. ആരാണ് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്? ഒരു മോളിക്കുലാർ ഗം എന്നറിയപ്പെടുന്ന ഒരു എൻസൈമാണ് DNA ലിഗേസ്. അപ്പോൾ ഫോർത്ത് ടൂൾ ഈസ് DNA ലിഗേസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA ലിഗേസ് എന്താ ഉണ്ടാവുക? rDNA ഉണ്ടാവും, റിക്കോമിനൻ്റ് DNA. ദെൻ റിക്കോമിനൻ്റ് DNA ഈസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബാക്ടീരിയൽ സെൽ, ബിക്കോസ് ബാക്ടീരിയം ഈസ് ദ ആക്ട് ആസ് ഹോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു എന്താണ് അതിൻ്റെ റെപ്ലിക്കേഷൻ ടൈം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 20 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാർജ് കോപ്പീസ് ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ലാർജ് കോപ്പീസ് ഓഫ് ആരെ? ഓഫ് സ്പ്രിങ്സിന് അല്ലേ? യങ് വൺസിന് പ്രൊഡ്യൂസ് ചെയ്യാം വളരെ കുറച്ച് സമയത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ ഹോസ്റ്റായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ആരെയാണ്? ബാക്ടീരിയൽ സെല്ലാണ്. അതിനെ കോമ്പീറ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോമ്പീറ്റൻ്റ് ഹോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അതിനൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. ബാക്ടീരിയനെ കോമ്പറ്റേറ്റീവ് ആക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് ആക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോപൊറേഷൻ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂൾസ് ഇൻവോൾവ് ഇൻ rDNA ടെക്നോളജിയിൽ ഏതാണ്? ഇപ്പോൾ ഡോണർ DNA എന്താണ്? DNA ലിഗേസ് എന്താണ്? ഈ രണ്ട് പേരെക്കുറിച്ച് നമുക്കധികം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ഓൾസോ എ ടൂൾ. പക്ഷേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ടൂൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, വെക്ടർ DNA, ദെൻ കോമ്പറ്റൻ്റ് ഹോസ്റ്റ്. ഈ 3 പേരെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടൂളാണ് എന്താണ്? ഡോണർ DNA. ഡിസൈഡ് DNA പ്രൊവൈഡ് ചെയ്യുന്ന DNA ആണ് ഡോണർ DNA. അത് നമുക്ക് ആര് വേണമെങ്കിൽ ആവാം അല്ലേ? പിന്നെ DNA ലിഗേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എൻസൈം വിച്ച് ഹാവ് ദി എബിലിറ്റി ടു ലിങ്കിങ് ടു പീസ് ഓഫ് DNA അല്ലേ? അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നു മോളിക്കുലാർ ഗം. അത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ 3 ബാക്കി റിമൈനിങ് ടൂൾസിനെ കുറിച്ച് ഏതൊക്കെയാണ്? അത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്താണ്?
എന്താണ് പ്ലാസ്മിഡ് വെക്റ്റർ, എന്താണ് ബാക്ടീരിയ അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് ഹോസ്റ്റ്, എന്തൊക്കെയാണ് ബാക്ടീരിയനെ കോമ്പറ്റീറ്റീവ് ആക്കാനുള്ള കോമ്പറ്റൻ്റ് ആക്കാനുള്ള പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടൂളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് അതിൽ നിന്നറിയാം ഇറ്റ് ഈസ് എ എൻസൈം ആണ് അല്ലേ. എൻസൈം വിച്ച് ഹാവ് ദ എബിലിറ്റി ടു കട്ട് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. അതായത് DNA സ്പെസിഫിക് സൈറ്റിൽ വെച്ച് കട്ട് ചെയ്തിട്ട് അതിനെ ഫ്രാഗ്മെൻ്റ് ആക്കാൻ കഴിവുള്ള എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഓൾസോ നോൺ ആസ് മോളിക്കുലാർ സിസർ എന്നും അവർ അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ്, ദീസ് ആർ ദി എൻസൈം വിച്ച് ഹാവ് ദി എബിലിറ്റി ടു കട്ട് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ. സ്പെസിഫിക് സൈറ്റിൽ വെച്ചിട്ട് DNA കട്ട് ചെയ്തിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആക്കാൻ കഴിവുള്ള എൻസൈമിനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആർ ദി എൻസൈംസ് വിച്ച് ഹാവ് ദി എബിലിറ്റി ടു കട്ട് DNA into fragments, cut DNA at a specific site into fragment. പ്രത്യേക സൈറ്റിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആക്കാൻ പറ്റുന്നു. അതാണ് എന്ത് പറയുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത്. ദി ആർ ബിലോങ് ടു ദ ക്ലാസസ് ഓഫ് എൻസൈം. ഇതൊരു ന്യൂക്ലിയേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ദി ആർ കം അണ്ടർ ദി കാറ്റഗറി ഓഫ് ദി എൻസൈം കോൾഡ് ന്യൂക്ലിയേസസ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ ഡെഫിനേഷൻ എന്താ നമ്മൾ പറയുക, these are the enzymes which cut. enzymes ആണ് നിങ്ങൾക്ക് അറിയാലോ. വിച്ച് കട്ട് എവിടെ ഉണ്ടാവുക, കട്ട് ആരെയാണ് കട്ട് ചെയ്യുക, DNA അല്ലേ. DNA ഓർ ജെനറ്റിക് മെറ്റീരിയൽ എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക, അറ്റ് സ്പെസിഫിക് സൈറ്റ്സ്. ഒരു പ്രത്യേക സൈറ്റ് ഉണ്ടായിരിക്കും, അതെന്താ നമ്മൾ പഠിക്കും. എന്തായിട്ട് മാറ്റും, ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റും അല്ലേ. അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദി എൻസൈം വിച്ച് കട്ട് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. അതാണ് ഡെഫിനിഷൻ. ദീസ് ആർ ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് എൻസൈം ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് എൻസൈംസിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ന്യൂക്ലിയേസസ് എന്ന് നമുക്ക് പഠിക്കണം അല്ലേ. ന്യൂക്ലിയേസസ് ആർ ദി എൻസൈം വിച്ച് മേക്സ് കട്ട് ഇൻ ദ ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡിൽ കട്ട് ഉണ്ടാക്കുന്ന എൻസൈംസിനെയാണ് ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് അല്ലേ. ന്യൂക്ലിക് ആസിഡ്സ് ആരൊക്കെയാണ്, DNA ആൻഡ് RNA. DNAയിലും RNAയിലും കട്ട് ഉണ്ടാകുന്ന എൻസൈംസിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയേസസ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയേസസ്. ഏതൊക്കെയാണ്, എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസിനെ 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ്. സെക്കൻഡ് ഈസ് എൻഡോന്യൂക്ലിയേസസ്. എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്ന ന്യൂക്ലിയേസസിൻ്റെ കാറ്റഗറിയിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ബിലോങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ, എന്താണ് എക്സോന്യൂക്ലിയേസ്, എന്താണ് എൻഡോന്യൂക്ലിയേസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. എക്സോന്യൂക്ലിയേസസ് ആർ ദി ന്യൂക്ലിയേസസ് വിച്ച് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദി എൻഡ് ഓഫ് ദി DNA. ഒരു DNAയുടെ ടെയിലിൽ നിന്ന് അല്ലെങ്കിൽ എൻഡിൽ നിന്ന് എന്താണ് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്നവരാണ്, കട്ട് ചെയ്തെടുക്കുന്നവരാണ്. അതായത് ഒരു DNAയുടെയോ RNAയുടെ എൻഡിൽ മുറിവുണ്ടാക്കുന്നവരാണ് എക്സോന്യൂക്ലിയേസസ്. എക്സ്റ്റേണലി അല്ലേ, എൻഡ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ പോസിഷനിൽ എൻഡിൽ. അത്രയും നമ്മൾ ഓർത്തിരിക്കുക. എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാലോ നമ്മൾ തെറ്റിക്കരുത്. എൻഡോ എന്ന് പറയുമ്പോൾ എൻഡിൽ റെസ്ട്രിക്ഷൻ അങ്ങനെ വിചാരിക്കരുത്. എൻഡോന്യൂക്ലിയേസസ് ആർ ദി ന്യൂക്ലിയേസസ് വിച്ച് മേക്സ് കട്ട് വിത്തിൻ ദ DNAൻ്റെ ഉള്ളിൽ സ്പെസിഫിക് ലൊക്കേഷൻസിൽ കട്ട് ഉണ്ടാക്കുന്നവരാണ് എൻഡോന്യൂക്ലിയേസസ്. അപ്പോൾ എക്സോന്യൂക്ലിയേസസ് ആർ ദി ന്യൂക്ലിയേസസ് വിച്ച് മേക്സ് കട്ട് ഇൻ ദ എവിടെയാണ്, ഇൻ ദ എൻഡ് ഓഫ് ദി DNA. അപ്പോൾ എന്താണ് എൻഡോന്യൂക്ലിയേസസ്, എൻഡോന്യൂക്ലിയേസിൻ്റെ എക്സാമ്പിളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആർ ദി ന്യൂക്ലിയേസസ് വിച്ച് മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് സൈറ്റ്സ്. മുറിവുണ്ടാക്കുന്നു സ്പെസിഫിക് സൈറ്റ്സ്, ഒരു പ്രത്യേക സൈറ്റ്സിലാണ് ഉണ്ടാക്കുക, ആൻറ്റിലൊന്നല്ല. വിത്തിൻ ദ DNAൻ്റെ ഉള്ളിൽ പ്രത്യേക സൈറ്റ്സിൽ മുറിവുണ്ടാക്കുന്ന ന്യൂക്ലിയേസസ് ആണ് ഇത് എൻഡോന്യൂക്ലിയേസസ്. അപ്പോൾ ന്യൂക്ലിയേസസ് ആർ ദി എൻസൈം വിച്ച് മേക്സ് കട്ട്
in the nucleic acids DNA RNA. There are two types of nucleases, exonucleases and endonucleases. Exonucleases are the enzymes which makes cut in the end of the DNA or nucleic acids, and endonucleases are the enzyme which makes cut at specific sites within the DNA. അപ്പോൾ ഇതൊരു ഡി എൻ എ ആണെങ്കിൽ ഈ ഡി എൻ എയുടെ ഒരു സ്റ്റാൻഡ് 5' 3' ഒരു സിംഗിൾ സ്റ്റാൻഡ് ആണെങ്കിൽ ഇവിടെ മുറിവുണ്ടാക്കുന്നു, അവരാണ് എക്സോന്യൂക്ലിയസ്. ഇത് ഡി എൻ എ ആണെങ്കിൽ ഈ ഡി എൻ എയുടെ മിഡിലിൽ എന്താണ് ഉള്ളിൽ കട്ടുണ്ടാക്കുന്നവർ ആണ് എൻഡോന്യൂക്ലിയസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ന്യൂക്ലിയസസ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അല്ലേ. ഫസ്റ്റ് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് 1963 ഹിൻറ്റ് 2 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ആദ്യമായി കണ്ടുപിടിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഏതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എക്സാമ്പിൾ? ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ഹിൻറ്റ് 2 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ അറിയാൻ. ഓക്കെ, അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കണ്ടുപിടിച്ചപ്പോൾ 2 എൻസൈംസിനെ കണ്ടുപിടിച്ചു. ഓക്കെ, in 1963 2 enzymes are discovered. 2 enzymes. ഈ എൻസൈംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദി ഗ്രോത്ത് ഓഫ്, ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നീറ്റിന്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് 2 enzymes ആർ റെസ്പോൺസിബിൾ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ആരുടെ ഗ്രോത്ത്? ബാക്ടീരിയോഫേജ് ഈസ് എ വൈറസ് വിച്ച് അറ്റാക്ക് ഓൺ ബാക്ടീരിയ അല്ലേ. ഈക്വളൈ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എൻസൈംസ്. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എൻസൈംസിനെയാണ് 1963 2 എൻസൈമിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഇവരുടെ പ്രത്യേകത? 1963 ഡിസ്കവേർഡ് 2 എൻസൈം വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസ് അല്ലേ. ആരുടെ ബാക്ടീരിയോഫേജ് എവിടെ? ഏതിൽ? ഈക്വളൈ ബാക്ടീരിയയിൽ അറ്റാക്ക് ചെയ്യുന്ന വൈറസിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന 2 എൻസൈംസിനെയാണ് 1963 നമ്മൾ ഐസൊലേറ്റ് ചെയ്തത്. അതിൽ ഒന്ന് ഹിൻറ്റ് 2 ആണ്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാൽ 1 എൻസൈം ആഡഡ്. സെക്കൻഡ് എൻസൈം എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡ് എന്ന് പറയുന്നത് ആഡ് another enzyme add എന്ത് ആഡ് ചെയ്യുന്നു? മീഥൈൽ ഗ്രൂപ്പ്സ് ടു ഡി എൻ എയിൽ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഇങ്ങനെ 2 എൻസൈംസ് ആണ് കണ്ടുപിടിച്ചത്. എന്താണ്? ഫസ്റ്റ് എൻസൈം ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, സെക്കൻഡ് എൻസൈം ആഡ് മീഥൈൽ ഗ്രൂപ്പ് ടു DNA. അപ്പോൾ ഈ 2 എൻസൈംസിനും എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? എബിലിറ്റി ടു വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ദ വൈറസ് ഓർ ബാക്ടീരിയോഫേജ് ഓൺ ഈക്വളൈ ബാക്ടീരിയനെ വളരുന്ന അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിവുള്ള എൻസൈമുകളായിരുന്നു ഏത് 1963 കണ്ടുപിടിച്ച ഈ 2 എൻസൈം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹിൻറ്റ് 2 ആൻഡ് അനദർ ഈസ് ഹാവ് ദി എബിലിറ്റി ടു റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ് ഇൻ E. coli. Both have the ability to restricting the growth of bacteriophage in E. coli. And first one is REN hint 2, another one at methyl group to the DNA methyl ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന എൻസൈം ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2002 ഇത് 2002 ഇൻഫർമേഷനാണ് NCERT. ഇപ്പോൾ കറണ്ട് നമ്പർ അല്ല, എന്നാലും നമ്മൾ ടെക്സ്റ്റ് NCERT ടെക്സ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ബൈബിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് NCERT ടെക്സ്റ്റുള്ളത് പഠിക്കാം. ഇപ്പോൾ 900ഓളം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1963 ആദ്യമായിട്ട് കണ്ടുപിടിച്ചു ഹിൻറ്റ് 2. ഇപ്പോൾ ഏകദേശം 900 റെസ്ട്രിക്ഷൻ എൻസൈംസുകളുണ്ട് വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക സൈറ്റിൽ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റൊക്കെ എല്ലാം നമ്മൾ കുറേ നമ്മൾ ഈ ബയോടെക്നോളജി, ജെനറ്റിക് എഞ്ചിനീയറിങ് ഈ ഏരിയ ഒക്കെ ഭയങ്കര വൈഡായിട്ട് ഗ്രോ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിൻ്റെ ആവശ്യങ്ങളും വന്നു. അപ്പോൾ ഏകദേശം 900 എന്നുള്ള നമ്പർ കറക്റ്റ് അല്ല ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ, പക്ഷേ നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നു 900ഓളം റെസ്ട്രിക്ഷൻ എൻസൈംസിനെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ 230 ബാക്ടീരിയൽ സ്ട്രെയിൻസിൽ നിന്നായിട്ട്
ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ എടുക്കുന്നത്? എൻസൈംസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോടെക്നോളജി ഈസ് ദ ടെക്നിക് ടു യൂസ് ലിവിങ് ഓർഗാനിസംസ് ഓർ എൻസൈം ഫ്രം ദം ടു പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ്, അല്ലേ? ലിവിങ് ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എൻസൈമിനെയോ മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി ലിവിങ് ഓർഗാനിസം ബാക്ടീരിയ, മിക്കവാറും ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്, മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. അപ്പോൾ ബയോടെക്നോളജിക്ക് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇവരൊന്നും ഇല്ലാണ്ട് നമുക്ക് പുതിയ ഇൻവെൻഷൻസും പുതിയ വാക്സിനും പുതിയ ഒരു DNA കറക്റ്റ് ചെയ്യാനും IVF ഒന്നും പറ്റില്ല. അപ്പോൾ 230 ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്നായിട്ട് 900ഓളം REN റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഹിൻഡ് 2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹീമോഫിലസ് ഇൻഫൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് കണ്ടുപിടിച്ച് ഹിൻഡ് 2. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഹൗ വി ക്യാൻ നെയിം എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയർ. ഹിൻഡ് 2 എന്നൊക്കെ പഠിച്ചു, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയർ? ഹൗ വി ക്യാൻ നെയിമിംഗ് ഓഫ് REN. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ എക്സാമ്പിളായിട്ടാണ്. എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ R1 എന്നുള്ളത് റോമൻ ലെറ്റർ. എക്കോ R1 എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഫോർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഈ എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ എങ്ങനെ പേര് വന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ടേക്കൺ ഫ്രം ദി ബാക്ടീരിയ എസ്ചെറീഷ്യ കോളൈ. ഞാൻ ജീനസ് നെയിം ഫുൾ ചെയ്തില്ല. ഈ കോളൈ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? വെള്ളത്തിൽ ഈ കോളൈ കണ്ടു എന്നൊക്കെ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കോളൈ എന്ന് പറയുന്ന എസ്ചെറീഷ്യ കോളൈ RY13 നമുക്കറിയാം. അതായത് ഡിഫറെൻറ്റ് സ്പീഷീസുകളുണ്ട്, അല്ലേ? ഓരോ ഇൻഡിവിജ്വലും യൂണിക്കാണ്. അതുപോലെ ഈക്കോളൈ ബാക്ടീരിയയിൽ ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഈക്കോളൈ RY13 എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രെയിനിൽ നിന്നാണ് എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇതിന് എങ്ങനെ പേര് കൊടുക്കും നോക്കാം. ഇതിലെ ഈ എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. ജീനസ് നെയിം ഏതാ? ക്യാപിറ്റൽ ലെറ്ററാണ്, അല്ലേ? എസ്ചെറീഷ്യ കോളൈ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ E. ഓക്കെ, ഇനി റിമൈനിങ് 2ഉം 3ഉം ലെറ്ററുകളുണ്ട്, അല്ലേ? ഏതാണ് 2 and 3rd ലെറ്റർ ഓഫ് ദി എക്കോ R1 ഈസ് ദ ഫസ്റ്റ് 2 letters ഓഫ് സ്പീഷീസ് നെയിം വിച്ച് ഈസ് ഇൻ സ്മോൾ ലെറ്റർ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ലെറ്റർ R എന്ന് പറയുന്നത് RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി സ്ട്രെയിൻ. ഓക്കെ, R ഇൻഡിക്കേറ്റ്സ് സ്ട്രെയിനിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രെയിനെയാണ് ക്യാപിറ്റൽ R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 4 റോമൻ ലെറ്റർ 1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? റോമൻ ലെറ്റർ ദ ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് വർ ഐസൊലേറ്റഡ് ഫ്രം ദി സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. ഒരു പർട്ടിക്കുലർ ഈക്വളൈ RY13 എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള REN ആണ് എക്കോ R1. അതിൻ്റെ എടുത്ത ഓർഡറാണ് പറയുന്നത്. ഒന്നാമത് ഫസ്റ്റ് അതാണ് റോമൻ ലെറ്റർ 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്? ദ ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് were isolated from the bacterial strain. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നമ്മൾ നെയിം കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് ദ ക്യാപിറ്റൽ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി ജീനസ് നെയിം. സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റർ ഈസ് ദ ഫസ്റ്റ് 2 letters ഓഫ് ദി സ്പീഷീസ് നെയിം വിച്ച് ഈസ് ഇൻ സ്മോൾ ലെറ്റർ. Capital R is the first letter of the strain name, and 1 is the order in which enzymes were isolated from that particular strain of bacteria. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് എങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നെയിം കൊടുക്കും എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഇങ്ങനെയായിരിക്കും ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നെയിം കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഏതാണ്? ഹിൻഡ് 2, എക്കോ R1 അല്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ the mechanism of how a restriction endonuclease makes restrictions within the DNAൻ്റെ ഉള്ളിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എങ്ങനെ കട്ടുണ്ടാക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം, അല്ലേ? അപ്പോൾ അതിന് മുൻപ് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പേരുകൂടെ പഠിക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഫോർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്.
ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ് നമ്മൾ പഠിച്ചത്? ഹിൻഡ് 2 ആണ് അല്ലേ? ഹിൻഡ് 2 ഏതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? ഹിൻഡ് 2 ഫസ്റ്റ് കണ്ടുപിടിച്ച ഒരു എണ്ണത്തിൻ്റെ ഹിൻഡ് 2. അപ്പം നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഒരു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഒരു പർട്ടിക്കുലർ എന്താണ് DNA പർട്ടിക്കുലർ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും, പർട്ടിക്കുലർ ഒരു റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടായിരിക്കും, അവിടെ മാത്രമേ കട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനും അപ്പോൾ നമ്മളൊരു പോയിന്റ് പഠിക്കണം, ഈച്ച് REN have its own recognition site, its own restriction or റെക്കഗ്നേഷൻ സൈറ്റ്. ഈ സെൻറ്റൻസ് പഠിക്കുക ബൈ ഹാർട്ടായിട്ട്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താ നമ്മൾ പറഞ്ഞത്? ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹാവ് ഇറ്റ്സ് ഓൺ റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നേഷൻ സൈറ്റ്. ഓക്കെ, അപ്പോൾ ഹിൻഡ് 2 എന്ന് പറയുന്ന എൻസൈമിന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു 1963 കണ്ടുപിടിച്ച ഹിൻഡ് 2ൻ്റെ റെക്കഗ്നേഷൻ സൈറ്റാണ്. അപ്പോൾ DNA ആകുമ്പോൾ എന്താണ്? ഒരു 5' 3' ഡയറക്ഷനിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും, കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 3' 5' സ്റ്റാൻഡ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഹിൻഡ് 2ൻ്റെ റെക്കഗ്നേഷൻ, അതായത് ഹിൻഡ് 2 ഒരു DNA-യിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോണർ DNA-യിലേക്കോ വെക്ടർ DNA-യിലേക്കോ ഇട്ട് കൊടുത്താൽ അതിന് കട്ട് ഉണ്ടാക്കാൻ പറ്റും. എവിടെ മാത്രം അത് കട്ട് ഉണ്ടാക്കുകയുള്ളൂ, എല്ലായിടത്തും ഓടി നടന്ന് മുറിവുകൾ ഉണ്ടാക്കില്ല. അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൽ മാത്രമേ അത് മുറിവുണ്ടാക്കുള്ളൂ. റെക്കഗ്നേഷൻ സൈറ്റ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്, ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനും ഒരു പർട്ടിക്കുലർ റെക്കഗ്നേഷൻ സൈറ്റ് ഓർ റെക്കഗ്നേഷൻ സീക്വൻസ് ഓർ റെസ്ട്രിക്ഷൻ സീക്വൻസസ് ഉണ്ട്. ഓക്കെ, ഹിൻഡ് 2 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യമായി കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റാണ് GTPYPUAC. ബൈഹാർട്ട് പഠിക്കോ? അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഇവിടെ 5'3' എൻഡിൽ നമ്മൾ GTPYPUAC എഴുതി അല്ലേ? അപ്പം നമ്മൾ സിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അപ്പോൾ ആര് വരും? G വരും. എക്ക് ആര് വരും? T വരും. PUന് ആര് വരും? PUന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് PY. PYക്ക് ആര് വരും? PU വരും. ഓക്കെ, Tക്ക് ആര് വരും? A വരും. C. അപ്പോൾ നോക്കുക, കോംപ്ലിമെൻ്ററി ആയിട്ട് എഴുതിയപ്പോൾ നമ്മൾക്ക് എന്ത് വന്നു? GTPYPUAC 5' 3' ഡയറക്ഷനിൽ എഴുതി. അപ്പോൾ 5' 3' ഡയറക്ഷനിൽ 3' 5'അല്ല, വായിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? GTPYPUAC എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത് എന്ത് ലെറ്ററിനാണ്, ഇതിന് എന്ത് സീക്വൻസ് എന്നാണ് പറയുക? പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് പറയുക. ഓക്കെ, എന്താ പാലിൻഡ്രോമിക് സീക്വൻസ് ഓർ പാലിൻഡ്രോമിക് സൈറ്റ് എന്ന് പറയാൻ കാരണം ഇതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പാലിൻഡ്രോമിക് വേർഡ് എന്ന് പറഞ്ഞാൽ മലയാളം, ദ വേർഡ് മലയാളം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പാലിൻഡ്രോമിക് വേർഡ് അല്ലേ? പാലിൻഡ്രോമിക് വേർഡിന് ഒരു എക്സാമ്പിളാണ് മലയാളം. മലയാളം ഫോർവേഡായിട്ട് വായിക്കുമ്പോൾ മലയാളം എന്നാണ് വായിക്കുക, ബാക്ക്വേർഡായിട്ട് വായിക്കുമ്പോഴും മലയാളം എന്നാണ് വായിക്കുക അല്ലേ? അപ്പോൾ മലയാളം ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാലിൻഡ്രോമിക് വേർഡ്. അപ്പം നോക്കുക, 5' 3' ഡയറക്ഷനിൽ ഇതിനെ വായിച്ചു, ഇങ്ങോട്ട് വായിച്ചപ്പോഴും GTPYPUAC എന്നാണ് ഇതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡിനെ 5' 3' ഡയറക്ഷനിൽ വായിച്ചപ്പോൾ GTPYPUAC അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാലിൻഡ്രോമിക് സീക്വൻസസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പേരും അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ റെക്കഗ്നേഷൻ സൈറ്റിൻ്റെ സീക്വൻസുകളാണ് പഠിക്കുന്നത്. ഓക്കെ, ഹിൻഡ് 2 എന്ന് പറയുന്നത് ആദ്യമായി കണ്ടുപിടിച്ച് 1963 ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അതിൻ്റെ പാലിൻഡ്രോമിക് സീക്വൻസസ് ഓർ റെക്കഗ്നേഷൻ സൈറ്റ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റിൻ്റെ പേരെന്താണ്? ഒന്ന് പറഞ്ഞോളൂ. GTPYPUAC. ഇത് പഠിക്കുക കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് എഴുതണം, നമ്മൾ 2 സ്റ്റാൻഡായിട്ട് എഴുതണം, 5' 3'. പക്ഷെ ഇത് പഠിക്കാൻ സുഖത്തിന് ഞാൻ എഴുതുന്നതാണ്. എന്താണ് ഇതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഓഫ് ഹിൻഡ് 2? GTPYPUAC. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിലേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്ന നമ്മുടെ എക്കോ R1 പോവാം. എക്കോ R1 പഠിച്ചു അല്ലേ? എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യാമെന്ന് പഠിച്ചത്? എക്കോ R1 ഫ്രം എസ്റ്ററിഷ്യ കോളൈ RY30 ആണ്. അപ്പോൾ എക്കോ R1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഒരു വലിയ പീസ് ഓഫ് DNA ഇട്ട് കൊടുത്തു. അതിന് എവിടെ മാത്രമേ കട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൽ, അതിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റിൽ. അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഏതാണ്? GAATTC. അപ്പോൾ നോക്കൂ, ഇവിടെ C ആകുമ്പോൾ ഇവിടെ G വരും, T ആകുമ്പോൾ A വരും, A വരും, T വരും, T
ടി വരും, സി. അപ്പോൾ 5' 3' ഡയറക്ഷനിൽ ഇത് വായിക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? GAATTC. 5' 3' ഇവിടെ വായിക്കുമ്പോഴും GAATTC. അപ്പോൾ എക്കോ R1 റെക്കഗ്നിഷൻ സൈറ്റിൻ്റെ പേര് ബൈ ഹാർട്ട് പഠിച്ചോളൂ. GAATTC. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമാണ്. ഏതാണ്? REN എക്സാമ്പിൾ ആണ്. ഏതാ? BAMH1. ഇത് പഠിക്കണം. PBr 322 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാസ്മിക് വെക്റ്റർ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താ BAMH1? BAMH1 ഈസ് എൻ എക്സാമ്പിൾ ഫോർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ പഠിച്ചിരിക്കണം. എന്തായാലും ഒരു 8ഓളം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ പേരെങ്കിലും പഠിക്കണം. അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ്സും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ അതിനെവിടെ മാത്രമേ കട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ? ഇതൊരു വലിയ DNA ആണെങ്കിൽ അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റിൽ മാത്രമാണ് അതിനെ കട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ് ഏതാണ്? വളരെ സിമ്പിളായിട്ട് കുറച്ച് മാറ്റേ ഉള്ളൂ. GAATTCക്ക് പകരം GGA, GAAക്ക് പകരം GGA, TTCക്ക് പകരം TCC. ഒന്ന് പറയൂ. ദ റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ് ഓഫ് BAMH1 ഈസ് GGATTC. GAATTC ആയിരുന്നു. BAMH1ൻ്റെ GGATCC. അപ്പോൾ ഇവിടെ എന്ത് വരും? C വരുമ്പോൾ GA അല്ലേ? GGATCC. ഓക്കെ, അപ്പോൾ BAMH1ൻ്റെ റെക്കഗ്നിഷൻ സൈറ്റിൻ്റെ പേരെന്താണ്? റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് നമ്മുടെ BAMH1 ഈസ് TCC. GGATTC ആരായിരുന്നു? TTC. ഇത് TCC ആണ് കേട്ടോ. ആരുടെ ആയിരുന്നു? നമ്മുടെ എക്കോ R1ൻ്റെ BAMH1ൻ്റെ GAATCC. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് A1U1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. A1U1 അതിൻ്റെ ഒരു പാലൻഡ്രോമിക് സീക്വൻസസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് 4 ന്യൂക്ലിയോടൈഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5' 3' ഡയറക്ഷൻ, 3' 5' ഡയറക്ഷനുള്ള ഒരു DNA. അതിന് എവിടെയാണ് കട്ടുണ്ടാക്കാൻ പറ്റുക? അതിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റിൽ AGCT. അപ്പോൾ ഇവിടെ AGCT. അപ്പോൾ റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് A1U1 ഈസ് AGCT. ഓക്കെ, ക്ലിയർ ആയല്ലോ? AGCT. അപ്പോൾ അതിനോട് കുറച്ച് സിമിലാരിറ്റി ഉള്ള അടുത്ത ആളെ നമുക്ക് പറയാം. ആരാണത്? ഹിൻഡ് 3. ഹിൻഡ് 2 അല്ല കേട്ടാ. ഹിൻഡ് 2ൻ്റെ നമ്മൾ പഠിച്ചു. അടുത്തത് ഹിൻഡ് 3 ആണ്. ഹിൻഡ് 3ൻ്റെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് ഇതൊരു DNA 5' 3' സ്ട്രാൻഡ്, 5' 3' സ്ട്രാൻഡ്. അപ്പോൾ ഇവിടെ AGCT ആണ് A1U1ൻ്റെ എങ്കിൽ ഇവിടെ ഒരു A കൂടി ഇവിടെ കൂട്ടാം. അപ്പോൾ AGCT. ഇവിടെ T ആണല്ലോ, ഒരു T കൂടെ കൂട്ടാം. അപ്പോൾ AGCTൻ്റെ Aൻ്റെ ലെഫ്റ്റ് സൈഡിൽ Aയും ടീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടീയും കൂട്ടിയാൽ അത് ആരുടെയും A1U1 മാറി ആരായിട്ട് മാറും? ഹിൻഡ് 3 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ T ആവുമ്പോൾ AGCT. അപ്പോൾ AGCT ഈസ് ദ റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് ആരുടെ? A1U1. AAGCTT ഈസ് ദ റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് ആരുടെ? നമ്മുടെ ഹിൻഡ് 3യുടെ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഇത്രയെണ്ണം പഠിച്ചു. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഹിൻഡ് 2, then എക്കോ R1, then BAMH1, A1U1 ആൻഡ് ഹിൻഡ് 3 അല്ലേ. ഇനി നമ്മളൊരു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് HE3 എന്ന് പറയുന്ന HAE 6ാമത്തെ ആളാണ്. HAE33 വളരെ സിമ്പിളാണ്. 4 ന്യൂക്ലിയോടൈഡ് സീക്വൻസേ ഉള്ളൂ. 5' 3' 5' 3'. ഓക്കെ, അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൻ്റെ സീക്വൻസ് ആണ് GGCC. അപ്പോൾ ഇവിടെയും GGCC. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആൻഡ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നിഷൻ സൈറ്റ്സ്. ഓക്കെ, GGCC.
ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഈ 6 എണ്ണത്തിൻ്റെ പഠിച്ചിരിക്കണം. MCQ ആയിട്ട് വരാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു 10 എണ്ണമൊക്കെ പണ്ട് പഠിക്കാറുണ്ട്. അപ്പോൾ കോവിഡിന് ശേഷം നമ്മളത് നമ്പർ കുറച്ചു, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ ടഫായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഭയങ്കര ടഫാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ്, 2 ന്യൂക്ലിയസ് കണ്ടുപിടിച്ച് ഒരുമിച്ച് വിച്ച് റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയഫേജ് ഓൺ ഈക്വളൈ which first one add methyl group to the DNA, second one is hint to restriction in the nucleus which make restrictions in the nucleic acids in the recognition site. What is the recognition site of hint to? GTPYPUAC. ഏതാണ് GTPYPUAC? അപ്പോൾ ഇവിടെ വര വരച്ചിട്ടുണ്ട്. എന്താണ് വര? അത് കട്ട് ഉണ്ടാക്കുന്നത് ഈ സീക്വൻസിൽ ഇവിടെയായിരിക്കും. ഓക്കെ, അതാണ് ഇങ്ങനെ ഒരു മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെയായിരിക്കും അത് മുറിവുണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്കോ R1 ആണ്. എക്കോ R1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെയായിരിക്കും. ജീനും എൻ്റെയും ഇടയിലായിരിക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് എക്കോ R1 ഈസ് GAA-TTC. അപ്പോൾ എക്കോ R1 സിമിലാരിറ്റി ഉള്ള ഒരു റെക്കഗ്നിഷൻ സൈറ്റുള്ള ആളാണ് BAMH1 GGA. TTC അല്ല, TCC. ഓക്കെ, നെക്സ്റ്റ് A1U1 എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 4 ന്യൂക്ലിയോടൈഡ് സീക്വൻസേ ഉള്ളൂ. AGCT. ആ AGCTൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരേയും റൈറ്റ് സൈഡിൽ ഒരു ടീം കൂടെ കൂട്ടിയാൽ നമ്മുടെ ഹിൻഡ് 3 ആവും, AAGCTT. ഇനി ലാസ്റ്റ് വൺ ഈസ് വളരെ സിമ്പിളായിട്ടുള്ള HAE3, അതിൻ്റെ GGCC. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി A1U1 എവിടെ കട്ട് ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ കറക്റ്റ് മിഡിൽ. ഓക്കെ, ഹിൻഡ് 3 എവിടെ കട്ട് ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ ഇവിടെയും എൻ്റെയും മിഡിൽ. ഇനി ഹീമോഫിലസ് HAE3 എവിടെ കട്ട് ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ മിഡിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞോളൂ എന്താണ്, അതായത് 900ഓളം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് 230 സ്റ്റെയിൻസിൽ നിന്നായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിന് ന്യൂക്ലിക് ആസിഡ്സിൽ കട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ കട്ട് അത് എവിടെ ഉണ്ടാക്കുക, എല്ലായിടത്തും കട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിനും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഓർ റെക്കഗ്നേഷൻ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവിടെ വന്ന് ബൈൻഡ് ചെയ്ത് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുന്നു. കുറച്ച് 6 നമ്പറോളം ഒരു 6 റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഹിൻഡ് 2 എന്ന് പറയുന്ന ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റാണ് GTPYPUAC. ഓക്കെ, നെക്സ്റ്റ് എക്കോ R1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റാണ്. GAA-TTC. ഓക്കെ, ദെൻ BAMH1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റാണ് GGA-TCC. ഓക്കെ, ദെൻ A1U1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റാണ് AGCT. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു A ആൻഡ് റൈറ്റ് സൈഡിൽ ഒരു T വന്നാൽ AAGCTT. ദാറ്റ് ഈസ് ദ റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് ഹിൻഡ് 3. HAE3ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റാണ് GGCC. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഹൗ വി റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് മേക്ക് റെസ്ട്രിക്ഷൻസ് വിത്തിൻ ദ DNA എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്? GAA-TTC എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റുള്ള ആളാണ്. ആർക്കാണ് GAA-TTC എന്ന് പറയുന്ന റെക്കഗ്നിഷൻ സൈറ്റുള്ളത്? GAA-TTC എന്ന് പറയുന്ന റെക്കഗ്നിഷൻ സൈറ്റുള്ള ആളാണ്. ആരാണ്? GAA-TTC. ആർക്കാണ്? എക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റാണ് GAA-TTC. ഓക്കെ, ഇനി എങ്ങനെ അത് കട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹാസ് ഇറ്റ്സ് ഓൺ റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്സ്. ദീസ് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ആർ സീക്വൻസസ് ഓഫ് 6 ബേസ് പെയർസ് ഇൻ മോസ്റ്റ് REN. മിക്കവാറും എല്ലാ RENലും ഈ റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയുന്നത് സീക്വൻസസ് ഓഫ് 6 ബേസ് പെയർസ് ആണ്. 6 ബേസ് പെയർസിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആൻഡ് ഫസ്റ്റ്
this recognition, this restriction endonuclease is put into the DNA that they have to cut. അല്ലേ, ഈ ഏതൊരു ഡി എൻ എനാണ് കട്ടുണ്ടാക്കുന്നത്, ഏത് ഡി എൻ എയിലാണ് അത് കട്ടുണ്ടാക്കേണ്ടത്, ആ ഡി എൻ എയിലേക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നമ്മൾ ഇടുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ദേ റെക്കഗ്നൈസസ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നേഷൻ സൈറ്റ്. അത് അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അത് അവിടെ ചെന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് കട്ടുണ്ടാക്കും. നോട്ട് ഇൻ ദ സെൻറ്റർ, ആ റെക്കഗ്നേഷൻ സൈറ്റിൻ്റെ സെൻറ്ററിലല്ല, ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്താ പറയേണ്ടത്? ഈച്ച് റെസ്ട്രിക്ഷൻ നോട്ട് ഇതുപോലെ പറയാം കേട്ടോ. ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹാവ് ഇറ്റ്സ് ഓൺ recognition site or restriction site. Okay, restriction site. ഇനി എന്താ നമ്മൾ പഠിക്കുന്നത്? ഈച്ച് റെസ്ട്രിക്ഷൻ സൈറ്റ് ഈസ് ഇൻ മോസ്റ്റ് REN എന്ന് എഴുതണം. ചിലതിൽ വ്യത്യാസമുണ്ട്. ഇൻ മോസ്റ്റ് REN ഈച്ച് റെസ്ട്രിക്ഷൻ സൈറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് 6 base pairs. നോക്കുക, 1 2 3 4 5 6 base pairs. Each restriction site is a sequence of 6 base pairs. This is called, which is called, അതിനെന്ത് പറയും? recognition site and also palindromic sequences. എന്തുകൊണ്ടാണ് ദി 6 സീക്വൻസ് ഓഫ് ബേസ് പെയർസിനെ പാലിൻഡ്രോമിക് സീക്വൻസസ് എന്ന് പറയാൻ കാരണം? ഓക്കെ, എന്താണ് പാലിൻഡ്രോമിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? പാലിൻഡ്രോമിക് വേർഡ്സ് ആർ ദി വേർഡ്സ്. ആദ്യം നമ്മൾ പാലിൻഡ്രോമിക് വേർഡ്സ് എന്താണെന്ന് പറയാം. പാലിൻഡ്രോമിക് വേർഡ്സ് ആർ ദി വേർഡ്സ് വിച്ച് റീഡ്സ് സെയിം when it read in forward and backward. ഇതിലും കുഴപ്പമില്ല, ജസ്റ്റ് പറയുന്നത് മാത്രം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഫോർവേഡും ബാക്ക്വേർഡും വായിച്ചാൽ സിമിലർ ആയിട്ട് വായിക്കുന്ന വേർഡിനെയാണ് പാലൻഡ്രോമിക് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാലൻഡ്രോമിക് സീക്വൻസസ് എന്ന് നമുക്ക് ഇനി പഠിക്കണം. വാട്ട് ഈസ് മെൻ ബൈ പാലൻഡ്രോമിക് സീക്വൻസസ്? അത് കറക്റ്റ് ഡെഫിനേഷനായിട്ട് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പാലൻഡ്രോമിക് സീക്വൻസസ് ആർ ദി സീക്വൻസസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് സീക്വൻസസ് ഓഫ് 6 ബേസ് പെയർസ്. നൈട്രജൻ ബേസ് പെയർ ആയിട്ടിരിക്കും, കാരണം DNA ആണ്. അപ്പോൾ ഒരു 2 പെയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സീക്വൻസസ് ഓഫ് 6 ബേസ് പെയർ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്റ്റാൻഡ് അല്ല, ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ സീക്വൻസസ് ഓഫ് 6 ബേസ് പെയർസ്. ഓക്കെ, അപ്പോൾ എന്താണ്? പാലൻഡ്രോമിക് സീക്വൻസസ് ആർ സീക്വൻസസ് ഓഫ് ദി 6 ബേസ് പെയർസ് വിച്ച് റീഡ്സ്, അത് റീഡ് ചെയ്യുന്നു, വിച്ച് റീഡ്സ് സെയിം ഓൺ ദി 2 സ്ട്രാൻഡ്, ഇത് 2 സ്റ്റാൻഡിലും ഒരുപോലെ റീഡ് ചെയ്യുന്നു. എങ്ങനെ ആണെങ്കിൽ? വെൻ ദ ഓറിയൻറ്റേഷൻ കെപ്റ്റ് സെയിം. ഇതന്നെ ഡെഫിനിഷൻ പഠിക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പാടില്ല. വിച്ച് റീഡ് സെയിം ഓൺ ദി 2 സ്റ്റാൻഡ് വെൻ ദ ഓറിയൻറ്റേഷൻ കെപ്റ്റ് സെയിം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ എഴുതാൻ പോവാണ് GAATTC 5'3' ഡയറക്ഷൻ. അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് 5'3' ഇങ്ങനെ വായിക്കുമ്പോൾ 5'3' ഡയറക്ഷനിൽ വായിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? GAATTC. ഇതുകൊണ്ടാണ് ഇതിനെ പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്? ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഹാവ് ഇറ്റ്സ് ഓൺ റെക്കഗ്നിഷൻ സൈറ്റ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്. In most REN, each restriction site is sequences of 6 base pairs which called recognition sites and also palindromic sequences. Palindromic words means the words which read same when it read in forward and backwards. Okay, palindromic sequences are the sequences which are the sequences of 6 base pairs
Palindromic sequences are the sequences of 6 base pairs which read same on the 2 strand and the orientation kept same. Okay, that means same in 5 prime 3 prime direction in both strand. Okay, clear ആയല്ലോ. അപ്പോൾ ആ sequences definition by heart പഠിക്കുക. Palindromic sequences are sequences of base pairs which read same on the 2 strands when the orientation kept same. Okay, clear ആയല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ആക്ഷൻ പറയാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ് അത് കട്ട് ചെയ്യുക? ഓക്കെ, when we put a REN in a donor or vector DNA. ഡോണർ ഡി എൻ എ ആയിരിക്കാം, അല്ലെങ്കിൽ വെക്ടർ ഡി എൻ എ ആയിരിക്കും അല്ലേ. ഡോണർ ഡി എൻ എയിൽ നിന്ന് ഡിസൈഡ് ഡി എൻ എ കട്ട് ചെയ്യാനും വെക്ടർ ഡി എൻ എയിൽ നിന്ന് ഒരു പോർഷനെ റീപ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ REN ഇട്ട് കൊടുക്കുക. വെൻ വി പുട്ട് എ REN ഇൻ എ ഡോണർ ഡി എൻ എ ഓർ വെക്ടർ ഡി എൻ എ, എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ഇറ്റ് റെക്കഗ്നൈസസ് ഇറ്റ്സ്, അത് അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആരെ? വെൻ ഇറ്റ് ഫസ്റ്റ് ഇറ്റ് റെക്കഗ്നൈസസ് ഇറ്റ്സ് പാലിൻഡ്രോമിക് സീക്വൻസസ് ഓർ റെക്കഗ്നേഷൻ സൈറ്റ്. പാലിൻഡ്രോമിക് സീക്വൻസ് ഓർ റെക്കഗ്നേഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ബൈൻഡ്സ് വിത്ത് ദ, അത് അവിടെ ചെന്നിട്ട് ഇറ്റ് ബൈൻഡ്സ് വിത്ത് ദ, എവിടെ ബൈൻഡ് ചെയ്യും? ബൈൻഡ്സ് വിത്ത് ദ palindromic sequence or restriction sites and it may cut അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ആക്ഷൻ പറയാൻ പോവാണ്. 5 പ്രൈം 3 പ്രൈം 3 പ്രൈം 5 പ്രൈം GAATTC GAATTC which binds with the palindromic sequences and എന്താ ചെയ്യേണ്ടത്? makes restrictions or cut നോട്ട് ഇൻ ദ സെൻറ്റർ. അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുന്നു, മുറിവുണ്ടാക്കുന്നു. സെൻറ്ററിലല്ല, സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയായിട്ട് മുറിവ് വരും അല്ലേ. പക്ഷേ സെൻറ്ററിലല്ല അത് മുറിവുണ്ടാക്കുന്നത്. ഇൻ ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് കുറച്ച് അകലെ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് വരും. ഇൻ ബിറ്റ്വീൻ ടു സെയിം ന്യൂക്ലിയോട്ടൈഡ് ഇൻ ബോത്ത് സ്റ്റാൻഡ്. ഇവിടെയും ജി ആൻഡിയും എൻ്റെ ഇടയിൽ, ഇവിടെയും ജി ആൻഡിയും എൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് കട്ടണ്ട? ഫസ്റ്റ് ഇറ്റ് റെക്കഗ്നൈസസ് ഇറ്റ്സ് palindromic sequences or recognition sites. It binds with the palindromic sequences and make cut or restrictions or nick അല്ലേ. restrictions or nick എവിടെയാണ്? നോട്ട് ഇൻ ദ സെൻറ്റർ, സെൻറ്ററിലല്ല, but little away from the center. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസസിൻ്റെ സെൻറ്റർ. നോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസസ് ബട്ട് ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസസ്. എങ്ങനെയാണത്? ഇൻ ബിറ്റ്വീൻ ടു സെയിം നൈട്രജൻ ബേസ് പെയർ ഇൻ ബോത്ത് എൻഡ്. രണ്ട് എൻഡിലും ഇൻ ബിറ്റ്വീൻ ടു സെയിം നൈട്രജൻ ബേസസിൻ്റെ ഇൻ ബിറ്റ്വീൻ ടു സെയിം നൈട്രജൻ ബേസ് പെയർസ് ഇൻ ബോത്ത് എൻഡ്. അതായത് 5 പ്രൈം 3 പ്രൈം സ്റ്റാൻഡിലായാലും 3 പ്രൈം 5 പ്രൈം എൻഡിലായാലും ഇൻ ബിറ്റ്വീൻ രണ്ട് സെയിം നൈട്രജൻ ബേസ് പെയറിൻ്റെ ഇടയിലായിട്ടത് കട്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? Restriction and saying cut the strand little away from the center of palindromic sites but between the same two bases on the opposite strand. അപ്പോൾ എന്താ ഉണ്ടാവുക? ദിസ് ലീവ്സ് എ, അതിൻ്റെ ഫലമായിട്ട് ദിസ് ലീവ്സ് എ എന്തുണ്ടാവും? സിംഗിൾ സ്റ്റിക്കി എൻഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിംഗിൾ സ്റ്റാൻഡേർഡ് സ്റ്റിക്കി എന്ന് എഴുതണം കേട്ടോ. ദിസ് ലീവ്സ് എ സിംഗിൾ സ്റ്റാൻഡേർഡ്, ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഓവർ ഹാങ്ങിങ്, ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് അറ്റ് ദി എൻഡ്. ഈ രണ്ട് എൻഡിലും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ഇങ്ങനെ കാണപ്പെടും. ഇതിനെ പറയുന്ന പേരാണ് they are called sticky ends. They are called
സ്റ്റിക്കി എൻഡ്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 2 സ്റ്റിക്കി എൻഡ് ഉണ്ടാവും. അപ്പോൾ നോക്കുക എങ്ങനെയാണ് സ്റ്റിക്കി എൻഡ് ഉണ്ടാവാൻ നോക്കാം. ഓക്കെ, നമുക്കിത് ഇവിടെ വരച്ച് നോക്കാം. ഇത് വെക്ടർ DNA, ഇത് ഡോണർ DNA. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കളർ ഉപയോഗിക്കാം. ഡോണർ DNAക്ക് ഗ്രീൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഡോണർ DNA, ഇത് ഡോണർ DNA, ഇതതിൻ്റെ 5 പ്രൈം പ്രീ പ്രൈമിലുള്ള സ്റ്റാൻഡ്. ഓക്കെ, ഇത് 3 പ്രൈം 5 പ്രൈം 3 പ്രൈം. ഇവിടെ GAATTC GAATTC. അപ്പോൾ ഇവിടെയാണിത് വന്ന് കട്ടുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മെറൂൺ കളറിൽ ഒരു DNA വരയ്ക്കാം. ഇത് ഡോണർ DNA ആണ്. ഈ ഡോണർ DNAയിലും ഒരു 5 പ്രൈം സ്റ്റാൻഡ് ഉണ്ട്. GAATTC എന്ന് പറയുന്ന GAATTC എന്ന് പറയുന്ന എൻഡ്. ഇത് 5 പ്രൈം 3 പ്രൈം 3 പ്രൈം 5 പ്രൈം 3 പ്രൈം 5 പ്രൈം 3 പ്രൈം. ഓക്കെ, ഇങ്ങനെയുള്ള ഡയറക്ഷനിൽ ഇവിടെയും ഇത് REN ഇട്ട് കൊടുക്കുമ്പോൾ ഇതിവിടെ വന്ന് ബൈൻഡ് ചെയ്ത് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് കളയും. ഇവിടെ ഇത്ര പോർഷൻ പോവും, ഇവിടെ ഇത്ര പോർഷൻ പോവും, ഇവിടെ ഇത്രയും പോർഷൻ പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടുക? സോറി, ഇവിടെ G മാത്രമേ ഉണ്ടാവും, ഇവിടെ CTTA ഉണ്ടാവും അല്ലേ. ജീനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ എത്ര പോർഷൻ ഉണ്ടായിരിക്കും? ഇവിടെ G കട്ട് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻ പോയി, G പോയി. ബാക്കി AATTC ഉണ്ടാവും. ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ ഇത്രയും പോർഷൻസ് പോയി. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഇവിടെ G മാത്രം പോയി, ഇവിടെ G മാത്രം പോയി, ബാക്കി AATTC ഉണ്ട്. ഇവിടെ ഇത്രയും പോർഷൻസ് പോയി, ബാക്കി ആരേ ഉള്ളൂ? A മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഡോട്ടർ DNAയും ഇത് വെക്ടർ DNA ആണ്, ഇത് ഡോണർ DNA ആണ്. ഇവർ എന്തുണ്ടാവും നമുക്ക്? ഇത് 5 പ്രൈം, ഇത് 5 പ്രൈം. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടിലും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കി എൻഡ് ഉണ്ടാവും അല്ലേ. സ്റ്റിക്കി എൻഡ് ഉണ്ടാവും, AATTC. അപ്പോൾ ഈ സ്റ്റിക്കി എൻഡിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഈ സ്റ്റിക്കി എൻഡിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ സ്റ്റിക്കി എൻഡിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട്. അതായത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ. ആരായിട്ട് ഹൈഡ്രജൻ ബോണ്ട്? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ടായിട്ട്, കട്ട് കൗണ്ടർ പാർട്ടായിട്ട്. ഇവിടെ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇതിവിടെ കിടക്കും, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇത് കിടക്കും അല്ലേ. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അതിൻ്റെ കട്ട് കൗണ്ടർ പാർട്ടായിട്ട് കൂടിച്ചേർന്ന് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു കപ്പാസിറ്റി സ്റ്റിക്കി എൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിക്കി എൻഡിൻ്റെ കപ്പാസിറ്റിയും ഈ സ്റ്റിക്നെസ് എന്തിനെ പ്രൊമോട്ട് ചെയ്യും? ഏത് എൻസൈമിൻ്റെ ആക്ഷനെ പ്രൊമോട്ട് ചെയ്യും? DNA ലിഗേസ് എൻസൈമിൻ്റെ ആക്ഷനെയും പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് DNA ലിഗേസ് എൻസൈം ഈ 2 സ്റ്റിക്കി എൻഡുകളെയും ബൈൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇടയിലും മിഡിൽ ഹൈഡ്രജൻ ബോണ്ട് വരും. അങ്ങനെ ഒരു rDNA ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന rDNA എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ വരച്ചത് വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടും? ഇവിടെ ഗ്രീൻ കളർ വരയ്ക്കുക. കാണിക്കുന്നത് നമ്മളിത് വരയ്ക്കാൻ പഠിച്ചിരിക്കണം, ബോർഡ് എക്സാം എഴുതുന്നവർ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വരയ്ക്കും? ഒരു DNA വരയ്ക്കുക. ഈ DNAയിൽ ഇത്രയേ ഉള്ളൂ പോർഷൻ. ഈ ഒരു പോർഷനിൽ കുറച്ച്
നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിച്ചേരണം അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു, അടുത്ത് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടേക്ക് ആര് വരും, പിങ്ക് കളർ വരും. ഇവിടെ കൂടുതലുള്ളത് ഇവിടെ ജി കുറവേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ജിയും ഇവിടെ ഏത് വരും, ഇവിടേക്ക് ഗ്രീൻ കൂട്ടി വരയ്ക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ, അത് കുറച്ചും കൂടി നീട്ടി വരയ്ക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതെന്തായി, ജി ഇവിടെ ഗ്രീൻ വരെ, പിന്നെ ഇവിടെ AATTC. ഓക്കെ, ഇനി ഈ കളറ് പിങ്ക് കളറാണ് അല്ലേ. ഇതിൻ്റെ ബാക്കി ന്യൂക്ലിയോടൈഡുകൾ ഇതിൻ്റെ AATTC. ഇവിടെ ആരുണ്ട്, ഇവിടെ ജി ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി, റീകോംബിനൻ്റ് DNA കിട്ടി. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ഒരു DNA RNA ഇട്ട് കൊടുത്താൽ കട്ട് ചെയ്തു, ഒരു സിസർ പോലെ, അങ്ങനെയല്ല. അതിൻ്റെ ആക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതാണ് ആക്ഷൻ ഓഫ്. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ ഒരു നല്ലൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടായിരിക്കും നമുക്ക് എക്സാമിന് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരച്ചത് കണ്ട് നിങ്ങൾ അതുപോലെ ആവരുത്. ഇങ്ങനെ DNA വരയ്ക്കുക, ഇനി കോംപ്ലിമെൻ്ററി ആയിട്ട് വരച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങോട്ട് പോകും. ഇത് അങ്ങോട്ട് ക്ലിയർ ആയില്ലേ അല്ലേ. നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ജി. ക്ലിയർ ആയല്ലോ. ഇതാണ് rDNA എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരാണ്, വെക്റ്റർ DNA, പ്ലാസ്മിഡിൻ്റെ DNA, ഇത് ഡോണറിൻ്റെ DNA. അപ്പോൾ എന്താണ്, നമ്മൾ ഡോണറിൻ്റെ DNA, സ്മോൾ ഡിസൈഡ് പോർഷൻ ഓഫ് DNA-ലേക്ക് നമ്മളൊരു കുഞ്ഞൊരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഇല്ലേ, ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കി എൻഡ് ഉണ്ട്. ആ ഭാഗത്തേക്ക് DNA ലിഗേസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് രണ്ടും കൂടി യോജിക്കും. അതിന് കൂടി യോജിപ്പിക്കാനായിട്ട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എൻഡ് ഏതാണ്, സ്റ്റിക്കി എൻഡാണ്. ഈ സ്റ്റിക്കി എൻഡിന് ഒരു പ്രത്യേകതയുണ്ട്, വിച്ച് ഫോംസ് ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദർ. ഇവിടെയായിട്ട് ഇതുമായിട്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നു. ആൻഡ് ഓൾസോ ദിസ് തിക്നെസ് ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് DNA ലിഗേസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ സെയിം ഇവിടെ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് REN ആണ്. ഇവിടെ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് REN അല്ല, സോറി, EcoR1 ആണ്. അപ്പോൾ സെയിം റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് ഡോണർ DNA-യിലും വെക്റ്റർ DNA-യിലും ഉപയോഗിച്ചാൽ അപ്പോൾ എന്താ ഉണ്ടാവുക, സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ് ഉണ്ടാവും. ഇത് രണ്ടുപേരും DNA ലിഗേസിൻ്റെ ഹെൽപ്പോട് കൂടി ജോയിൻ ചെയ്തിട്ട് rDNA ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, ദിസ് ലീവ്സ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്റ്റിക്കി ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് അറ്റ് ദി എൻഡ്, ദേ ആർ കോൾഡ് സ്റ്റിക്കി എൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഓക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്താണ് സ്റ്റിക്കി എൻഡിൻ്റെ ഫങ്ഷൻ എന്നും കൂടി പറയാം. ഓക്കെ, സ്റ്റിക്കി എൻഡിൻ്റെ ഫങ്ഷൻ എന്താണ്, സ്റ്റിക്കി എൻഡ്സ് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് ഒരെണ്ണമല്ലല്ലോ, കുറേ ബോണ്ട്സ് ഉണ്ടല്ലോ, ബോണ്ട്സ് വിത്ത് ദർ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ട് അല്ലേ, കോംപ്ലിമെൻ്ററി കട്ട് കൗണ്ടർ പാർട്ട്, കോംപ്ലിമെൻ്ററി കട്ട് കൗണ്ടർ പാർട്സ്. പിന്നെ എന്താ അടുത്ത പോയിന്റ്, ദിസ് തിക്നെസ് ഓഫ് സ്റ്റിക്കി എൻഡ് അല്ലേ, ദിസ് തിക്നെസ് facilitates the action of ഏത് എൻസൈം, DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, വെൻ കട്ട് ബൈ ദി സെയിം റെസ്ട്രിക്ഷൻ എൻസൈം the DNA fragments have the same kind of, when cut by the same REN DNA fragments have the DNA, both donor and vector DNA fragments have have the same kind of sticky and have the same kind of sticky ends, and they are later joined together by ആരാണ്, together by DNA
ലിഗേസ്. ക്ലിയർ? ഇത്രയാണ് ആക്ഷൻ ഓഫ് REN പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? REN ഈസ് കം അണ്ടർ ദി കാറ്റഗറി ഓഫ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് ആർ ദി ന്യൂക്ലിക് ആസിഡ്സ് വിച്ച് ഹാവ് ദി എബിലിറ്റി ടു മേക്ക് റെസ്ട്രിക്ഷൻസ് ഇൻ ന്യൂക്ലിക് ആസിഡ്സ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ന്യൂക്ലിയേസസ്, exonucleases and endonucleases. Exonucleases makes restrictions in the end of the DNA and REN makes restrictions within the DNA. There are about 900 REN is isolated from 230 strains of bacteria. Normally, restriction endonucleases are extracted or isolated from the microorganism bacteria. The first discovered restriction endonuclease is hinted to in 1963. There are two enzymes are discovered then that time. Both enzyme restricting the growth of bacteriophage on E. coli bacteria, and the first enzyme added methyl group to the DNA, and another one is the hint to the REN. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് ഹൗ വി ക്യാൻ നെയിം എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അത് വളരെ സിമ്പിളാണ്, അത് പറയേണ്ട ആവശ്യമില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ EcoR1 എടുത്തു അല്ലേ. EcoR1ൻ്റെ പേരിൽ EcoR1 എക്സാമ്പിളായിട്ട് എടുത്തിട്ട് എങ്ങനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എക്സാമ്പിൾ ഫോർ ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസും നമുക്ക് യുണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. എങ്ങനെ പറ്റുക? ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ യൂണിക്കാണ്. ഒന്നിനോട് ഒരു സിമിലാരിറ്റിയും ഇല്ല. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനും DNA എല്ലായിടത്തും കട്ടുണ്ടാക്കാൻ പറ്റില്ല. ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിനും ഇറ്റ്സ് ഓൺ പെർട്ടിക്കുലർ എന്താണ് റെക്കഗ്നീഷൻ സൈറ്റ്, റെസ്ട്രിക്ഷൻ സീക്വൻസസ് ഓർ പാലൻഡ്രോമിക് സീക്വൻസസ് ഉണ്ട്. ദീസ് സീക്വൻസസ് ആർ ദി സീക്വൻസസ് ഓഫ് 6 base pairs which read same on the 2 strands when the orientation kept the same. Then these sequences are known as palindromic sequences. Palindromic sequences are sequences of 6 base pairs which read same on the 2 strands when the orientation kept same. Okay, പിന്നെ നമ്മൾ പഠിച്ചത് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓഫ് സം REN. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് EcoR1ൻ്റെ നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആയിട്ടുള്ള ഹിൻഡിറ്റുവിൻ്റെ GTPYPU-AC. നെക്സ്റ്റ് EcoR1ൻ്റെ GAA-TTC. നെക്സ്റ്റ് നമ്മൾ BAM-H1ൻ്റെ GAA-TTC ആണെങ്കിൽ BAM-H1ൻ്റെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേട്ടോ, GGAT, ഇവിടെ GAA-TTC ആണ്, ഇവിടെ GGA-TCC. ഓക്കെ, ദെൻ A1U1 എന്ന് പറയുന്നത് AGCT-ൻ്റെ ലെഫ്റ്റിൽ ഒരു A കൂടെ ആൻഡ് റൈറ്റിൽ 1 more T. അപ്പോൾ AAGCTT ആണെങ്കിൽ അത് ഹിൻഡ് 3 ആയി. ഇനി HA3 വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ സൈറ്റാണ് GGCC. ഇത്രയും റെക്കഗ്നേഷൻ സൈറ്റ്സുകൾ നമ്മൾ പഠിച്ചു. ഇനി ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. ഈച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് has its own recognition sites and these sites are the sequences of 6 base pairs which reads on the same strand when the orientation kept the same, and these sequences are known as palindromic sequences. First, when we added a REN to donor or vector DNA, first it recognizes its palindromic sequences or recognition sites and binds with it, and it make restrictions not in the center but little away from the center in between two adjacent two same nucleotide in both strands. Okay, which makes a single stranded overhanging single sticky end in each strand, and which is known as sticky end. This sticky end facilitate the action of DNA ligase enzyme, and it also have the ability to make hydrogen bond with its complementary cut counterpart, and action of DNA ligases results in the formation of recombinant DNA. That's all about the restriction endonuclease. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ പോയിൻറ്റ്സ് എല്ലാം വൃത്തിയായിട്ട് നോട്ടിൽ എഴുതിയെടുത്ത് വരച്ച് കൃത്യമായിട്ട് പഠിക്കാം. നല്ല നീറ്റായിട്ട് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് നീറ്റ് എക്സാമിനായാലും നമ്മുടെ പബ്ലിക് എക്സാമിനായാലും ബോർഡ് എക്സാമിനായാലും ഏത് ബോർഡ് എക്സാമിനായാലും കിട്ടും. ഓക്കെ, ഇതേപോലെ കൃത്യമായിട്ട് പോയിൻ്റായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ ടെക്സ്റ്റിൽ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഫിഗേഴ്സ് നമ്മളെ ടെക്സ്റ്റിലുണ്ട്. ഫിഗേഴ്സ്, ആ ഫിഗേഴ്സ് നമ്മൾ വരച്ച് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ഫിഗർ എന്ന് നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ഫിഗേഴ്സ് ടെക്സ്റ്റിലുള്ളത് മാർക്ക് ചെയ്യുക, അത് വരച്ച് പഠിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ വരച്ച ഫിഗർ തന്നെയാണ്, കുറച്ചും കൂടി വൃത്തിയായിട്ട് വരയ്ക്കുക. നെയിമിങ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ഹൗ വി ക്യാൻ നെയിം എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫിഗറാണ്. ഏത് ഫിഗറാണ്? ഈ ഫിഗർ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്, എല്ലാതും വരച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ കാണിക്കുന്നു എന്ന് മാത്രം. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ.
ഈ എന്താ ഫിഗറിൻ്റെ പ്രത്യേകത? ഹൗ വി ക്യാൻ നെയിം എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കുക. നെക്സ്റ്റ് ഫിഗറാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നതാണ്. ഏതാണ്? GAATTC അല്ലേ? സോറി, നെക്സ്റ്റ് ഫിഗർ. അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഇതാ നമ്മുടെ എക്കോ ആർ വണ്ണിൻ്റെ റെസ്ട്രിക്ഷൻസ് ആയിട്ട് കാണിക്കുന്നത് GAATTC എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ഉണ്ട്. നെക്സ്റ്റ് ഫിഗർ ഏതാണ്? നെക്സ്റ്റ് ഫിഗറാണ്. ഈ ഫിഗറെല്ലാം മാർക്ക് ചെയ്യുക, ടെക്സ്റ്റിലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സാണ്, എല്ലാവരും പഠിക്കുക. ഓക്കെ, അടുത്ത ഫിഗറാണ് ഈ ഒരു ഫിഗർ. ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചിട്ട് ഈ ഫിഗർ നന്നായിട്ട്, അതായത് നമ്മൾ കാണുമ്പോൾ സുഖമാണ്, വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക, അത്ര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബൈ ഹാർട്ടായിട്ട് വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ഈസി ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഒരു 5 മാർക്കിൻ്റെ 5 മാർക്കോ അറിയേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഫിഗർ വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ വരയ്ക്കുക. ഇതുപോലെ നമുക്ക് കാണുമ്പോൾ സുഖമായിട്ട് മനസ്സിലാവും. വരയ്ക്കുമ്പോൾ കിട്ടണമെങ്കിൽ അത് വരച്ച് പഠിക്കുന്ന വേണം. ഓക്കെ, അപ്പോൾ ഞാനതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ പഠിക്കുക. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഫിഗർ ഏതാണ്? വൺ മോർ ഫിഗർ. അത് ഞാൻ ഓൾറെഡി നമുക്ക് എടുത്ത് തന്നെയാണ്. ദിസ് വൺ, അതായത് ഇത് ടെക്സ്റ്റിലില്ല, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. എന്താണ്? ഡിഫറെൻറ്റ് അല്ലേ, റെക്കഗ്നീഷൻ സൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് RD ആയിരുന്നു, GTPY PUACD ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാനിവിടെ പറഞ്ഞത് ഹിൻറ്റ് 2ൻ്റെ, സെക്കൻഡ് പറഞ്ഞത് എക്കോ R1ൻ്റെ. ഈ ഓർഡറിൽ പഠിക്കുക കേട്ടോ. പഠിക്കാൻ സുഖത്തിന് ഞാനത് ഓർഡർ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ പഠിച്ചത് BAM G1ൻ്റെ. പിന്നെ നമ്മൾ പഠിച്ചത് AGCT വരുന്നത്, AGCT ആരുടെ? A1 U1ൻ്റെ. അതുപോലെ ഒരു A ഇവിടെയും ഒരു T റൈറ്റിലും കൂട്ടിയാൽ വരുന്ന ആളാണ് ആര്? ഹിൻഡ് 3. ഓക്കെ, ഹിൻഡ് 3 കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഹിൻഡ് 3 കഴിഞ്ഞാൽ നമ്മൾ ഏതാ പഠിച്ചത്? ഹിൻഡ് 2 പഠിച്ചു, എക്കോ R1 പഠിച്ചു, BAM H1, A1 G1, ഹിൻഡ് 3. 6th വൺ ഈസ് ഹീമോഫിൽ HAE3. അത് വളരെ സിമ്പിളാണ്, GGCC. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. ഇവിടെ മെൻഷൻ ചെയ്യാത്ത ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഹിൻഡ് 2 ആണ്. ഹിൻഡ് 2ൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന റെക്കഗ്നീഷൻസ് ഇതാണ് GTPY PUAC. ഇത് 5' 3' വരയ്ക്കുമ്പോൾ, ഇത് 3' 5' 3' വരയ്ക്കുമ്പോൾ തന്നെ GTPY PUAC. ഓക്കെ, ഇത്രയാണ് റെക്കഗ്നീഷൻ സൈറ്റ്സുകൾ. അപ്പോൾ ഇത്രയും നോട്ട്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക, ഫിഗർ നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കുക, മനസ്സിൽ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡയഗ്രാം മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വരച്ചും പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് നമുക്ക് വേഗത്തിൽ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. Bye.